കടുവ ഭീതി ഒഴിയാതെ വയനാട് പുൽപ്പള്ളി. ഇന്ന് പുലർച്ചെ പുൽപ്പള്ളി ടൗണിനടുത്തെ ഏരിയപ്പള്ളിയിൽ പ്രദേശവാസികൾ കടുവയെ കണ്ടു. കർണാടക അതിർത്തി ബന്ദിപ്പൂർ വനമേഖലയിൽ കഴിഞ്ഞ ദിവസം കണ്ട കടുവയുടെ ചിത്രം വനംവകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞു. ഇന്നലെ മാടപ്പള്ളിക്കുന്ന് ഉന്നതിക്ക് സമീപമിറങ്ങിയ പരിക്കേറ്റ കടുവയാണ് ഇതെന്നാണ് സംശയം. ഇതോടെ ഒന്നിലധികം കടുവകൾ കാടിറങ്ങിയെന്ന സംശയം ബലപ്പെടുകയാണ്. കൂട്ടിൽ കുടുങ്ങിയില്ലെങ്കിൽ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദീപക് മോഹൻ നമുക്കൊപ്പം. ദീപക് മോഹൻ, ഗുഡ് ഈവനിംഗ്. ഒന്നല്ല 2 കടുവയെയാണ് ഇപ്പോൾ വയനാട്ടുകാർ പേടിക്കേണ്ടത്. ഇത് അടുത്തടുത്ത പ്രദേശങ്ങളിലാണോ ദൃശ്യമായത്? നരഭോജി കടുവ ഇപ്പോൾ ഏത് ഭാഗത്തേക്ക് പോയി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്? വിജയപാർവതി, 2 കടുവ ഉണ്ടെന്ന് നമുക്ക് തീർപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം 2-ലധികം കടുവകൾ ഈ മേഖലയിൽ ഉണ്ടെന്നാണ് വനം വകുപ്പ് പറയുന്നത്. നേരത്തെ ഈ ആദിവാസി മധ്യവയസ്കനെ ആക്രമിച്ചു കൊന്ന കടുവയ്ക്കായുള്ള തെരച്ചിൽ വനം വകുപ്പ് ആ മേഖലയിൽ നടത്തിയിരുന്നു. ആ കടുവയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വനം വകുപ്പിന്റെ ഡാറ്റാബേസിലുള്ള കടുവയാണ് എന്ന് വനം വകുപ്പ് ഏകദേശം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ പിന്നീട്, അതായത് കഴിഞ്ഞ ദിവസം മാടപ്പള്ളിക്കുന്ന് പുഴയുടെ സമീപം, കന്നാരം പുഴയുടെ സമീപം കണ്ട കടുവ മറ്റൊരു കടുവയാണെന്നാണ് വനം വകുപ്പ് പറയുന്നത്. അതോടൊപ്പം ഇന്നലെ ഈ ബന്ദിപ്പൂർ പുൽപ്പള്ളി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് ക്യാമറയിൽ ഒരു കടുവയുടെ ചിത്രം പതിഞ്ഞിരുന്നു. ആ കടുവയും മറ്റൊരു കടുവയാണ് എന്നാണ് വനം വകുപ്പ് പറയുന്നത്. അതായത് കർണാടക വനമേഖലയിൽ നിന്ന് കേരള വനം വകുപ്പിന്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവയാണ് എത്തിയതെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. നേരത്തെ ഈ കർണാടക ഗുണ്ടൽപേട്ട ഭാഗങ്ങളിലൊക്കെ തന്നെ ജനവാസ മേഖലകളിൽ ഇറങ്ങി ഭീതി പരത്തിയ കടുവയെ അവിടുത്തെ വനം വകുപ്പ് പിടികൂടി ഉൾക്കാട്ടിൽ, അതായത് ഈ ബന്ദിപ്പൂർ വനമേഖലയിലൊക്കെ തുറന്നു വിട്ടിരുന്നു. അങ്ങനെ പരിക്കേറ്റ അവശനായ കടുവയാണോ ഈ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങിയത്, വയനാടിന്റെ അതിർത്തി മേഖലകളിലേക്ക് ഇറങ്ങിയത്, പുൽപ്പള്ളി മേഖലയിൽ എത്തിയത് എന്നുള്ള സംശയത്തിലാണ് വനം വകുപ്പ്. ഒന്നിലധികം കടുവകൾ ഉണ്ടെന്ന് ഉറപ്പിക്കുകയാണ്. മയക്കുവെടി വെച്ച് പിടികൂടണം, ഞങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. വനംവകുപ്പ്, വനമന്ത്രി ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്തോ?